ഇന്ന് നമ്മൾ മേടിച്ചിരുന്ന ഇവിടെ ഇരുന്ന ചിക്കൻ്റെ 2 ലെഗ് പീസ് ഇരുന്നതായതാ. അപ്പം ഞാൻ ആ പീസ് എടുത്തൊന്ന് കാണിക്കാൻ അരപ്പ് പുരട്ടാൻ നേരത്തെ. അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുക. ഈസി ബിരിയാണി. ഉച്ചത്തേക്ക് അത് കാണിച്ചു തരാട്ടോ, എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അല്ല ചിക്കൻ്റെ പീസിൻ്റെ എത്ര വലിപ്പം എടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഞാനിത് തിരുമ്മ കാണിച്ചു തരാം. അപ്പം ഉപ്പ് ആദ്യം ചേർത്തതിനുള്ള ഇറച്ചിയിൽ നമ്മൾ പുരട്ടി ഒരു അരമണിക്കൂർ ഇരിക്കണം, എന്നിട്ട് വേണം ഇറച്ചി വേവിക്കാൻ. അപ്പം നമുക്ക് ആ മെത്തേഡ് ഓരോന്ന് സ്റ്റെപ്പായിട്ട് കാണിക്കാം. നമ്മുടെ രീതി കേട്ടോ. എരിവ് മുളക് പൊടി, എരിവ് മുളക് പൊടിയാട്ടോ. ഇതിനാകുമ്പോൾ അധികം എരിവ് വേണ്ട. പിന്നെ പൊടിക്ക് മഞ്ഞൾപ്പൊടി, പൊടിക്ക് ഇറച്ചിക്ക് കൂടാനുള്ളതാട്ടോ ഇതൊക്കെ. പിന്നെ സ്വല്പം മല്ലിപ്പൊടി, മല്ലിപ്പൊടി. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തീർന്നു, അതുകൊണ്ട് ചതച്ചെടുത്തതാണ്. കുറച്ച് വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തു കേട്ടോ. അത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം നമ്മൾ കിച്ചൺ ട്രഷേഴ്സാണ് ഇത്തവണ മേടിച്ചത്, ബിരിയാണി മസാല അല്ലേ ഇറച്ചിയിലേക്ക്. അത്രയും മതി, ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ഒരു 1.5 ഗ്ലാസ് കഷ്ടി 2 ഗ്ലാസ് റൈസ് ഈ അരി ഇരിപ്പുള്ളൂ. അത് നമുക്ക് എടുക്കുമ്പോൾ കാണിക്കാം എന്തോരം ഉണ്ടെന്നുള്ളത്. നേരത്തെ മേടിച്ചിരുന്ന സ്റ്റോക്ക് ഇരുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ ഒപ്പം ഒരു പുളിപ്പും ഒരു ടേസ്റ്റും ഒക്കെ ഇറച്ചിക്ക് കിട്ടാനായിട്ട് ഒന്നും അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കണം, അല്ലെങ്കിൽ സ്വല്പം തൈര് ചേർക്കുക. അധികം പുളിപ്പില്ലാത്ത തൈരാട്ടോ ഇവിടുത്തെ തൈരാകുമ്പോൾ. സ്വല്പം ഇത് മതി. ഇനി മിക്സ് ചെയ്യാം. ഇനി കൈകൊണ്ട് തന്നെ വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്താലേ അത് ശരിയാവുള്ളൂ. കൈ കഴുകിച്ച് നീറ്റായിട്ട്. അപ്പം ഞാൻ അതിന് മുമ്പ് പീസിൻ്റെ വലിപ്പം കാണിച്ചു തരാം. ലെഗ് പീസാണ്, 2 ലെഗ് പീസ് ഇരിപ്പുണ്ടായിരുന്നോളൂ. അധികം വലിപ്പത്തിൽ നമ്മൾ എടുക്കൂല. തിരുമി ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഇത് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് ഒരു പച്ചമുളകും ഒരു സവോളയും കൂടെ കുനുകുനുന്നരിഞ്ഞ് ഇതിലേക്ക് വേവിക്കാനായിട്ട് ചേർക്കണം കേട്ടോ. അത് പച്ചനെ തന്നെ ചേർത്താൽ മതി, വഴറ്റൊന്നും വേണ്ട. ബിരിയാണിക്കുള്ളതല്ലേ ഓൾറെഡി, ഇതിലിട്ട് വേവിക്കാൻ ഇറച്ചിയിൽ. അപ്പം ഇത്രയും സംഭവം മതി, മസാലകൾ ഇത്രയും മതി. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അടിപൊളി പോരെ? ഞാൻ പറഞ്ഞില്ലേ വലിപ്പം, ഇച്ചിരി വലിപ്പം കൂടുതലുള്ളത്. അങ്ങനെയുള്ള പീസ് അപ്പം നമ്മൾ ഇപ്പം ഒരു അരപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളമായി മീറ്റ്. അപ്പം നമ്മൾ റെഡിയാക്കാനുള്ള പാത്രം ഇതാണ്. ഇത്രയും വലിയ പാത്രം എടുക്കണം, റൈസും കൂടെ ഇതിലിട്ട് വേവിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പം അല്ലെങ്കിൽ പിന്നെ ചെറിയ കണ്ടെയ്നർ എടുത്താൽ ശരിയാവൂല. കാര്യം ഇറച്ചി കുറച്ചേ ഉള്ളൂ, പക്ഷേ റൈസ് ഇടുമ്പോൾ പിന്നെ ഇതാവൂലേ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഒരു കുഞ്ഞ് സവോളയും ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടുള്ളൂ. എരിവിന് മറ്റേ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ. പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യിച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഇറച്ചിയിൽ ഈ വെള്ളത്തിലത് വെന്തോളും. ബ്രോയിലറല്ലേ ഇത്. 3/4 വേവായി കഴിയുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. അരി ഞാൻ കാണിച്ചു തരാം. കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് വെള്ളം വാലാൻ വെക്കണം. ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വെന്താൽ മതി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ബ്രോയിലർ ആകുമ്പോൾ അങ്ങനെ വലിയ വേവില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ലല്ലോ, തേങ്ങാപ്പാലും ഒന്നും ചേർക്കണില്ലല്ലോ. അപ്പം പിന്നെ മീഡിയത്തിൽ കിടന്ന് വെന്തോളൂ കേട്ടോ. വേവുമ്പോഴത്തേക്ക് മറ്റു പരിപാടി തയ്യാറാക്കി വയ്ക്കാം. മൂടിയാക്കട്ടെ. ഇനിയിപ്പോൾ ഇറച്ചിയിലൊന്നും ചേർക്കാനില്ല കേട്ടോ, എല്ലാ മസാലകളും ചേർത്ത് വെച്ചേക്കണം. ഇനി റൈസ് ഇടുമ്പോഴേ മറ്റ് സംഗതികൾ ചേർക്കുള്ളൂ. മൂടുക. നമ്മൾ അരി കുതിരാനായിട്ട് ഇട്ടായിരുന്നേ, നമ്മൾ സാധാരണ ബിരിയാണി റൈസ്. ഇത് 1.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നുള്ളത്. 1.5 ഗ്ലാസും കഴുകി വൃത്തിയാക്കി വെച്ച് ഞാൻ കുതിരാനായിട്ട് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 വെള്ളം വെച്ച് ആണ് ഈ അരിയുടെ വേവ്. അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ വറ്റിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ 1.5 ഗ്ലാസ്സാണ് എടുത്തേക്കണേ. ചെറു ചൂടുവെള്ളം വേവിക്കാൻ നേരത്തെ ചേർക്കണം. അതിന് ഞാൻ ചൂടാക്കി റെഡിയാക്കി വെക്കാൻ, തണുപ്പ് മാറ്റി. അപ്പം ഇതിന് 1.5 ഗ്ലാസ് നമ്മൾ എടുത്തേക്കണോണ്ട് 2.25 ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ.
അപ്പം അത് ഞാൻ ന്യൂ ജനറേഷന് വേണ്ടി പറഞ്ഞ. പിന്നെ ഓരോരുത്തരുടെ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. അത് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ്, ഊറ്റിയെടുക്കാൻ പറ്റൂല. അപ്പം ഇനി നമുക്ക് ദേ ഈ ഇതിലേക്ക് വെള്ളം ഊറ്റാനായിട്ട് അങ്ങ് വെച്ചേക്കാം, സ്ട്രെയിനറിലേക്ക്. ദേ ഇതിൽ കിടന്നോട്ടെ, നമുക്ക് വേവിക്കാൻ നേരത്തെടുക്കാം. ചെരുവത്തിലുള്ളത് നമുക്ക് വേവിക്കാൻ നേരത്തെടുക്കാം. ദേ ഇത് നിരത്തി കഴിഞ്ഞിട്ട് വെള്ളം അടുത്ത് പൊക്കോളൂ, അല്ല വെള്ളം വേറിട്ട് പൊക്കോളൂ. ഇച്ചിരി നനവുണ്ടെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, അരി വേവിക്കാനുള്ളതല്ലേ. ഇനി അത് ഇതായി വരുമ്പോഴത്തേക്കും ഇറച്ചിയും ഏതാണ്ട് റെഡിയാവും, അതിലേക്ക് ചേർക്കാറാവും. ഇനിയിപ്പം ഇത് അരി വേവിക്കാൻ നേരത്ത് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ കുരുമുളക്, തക്കോല എല്ലാം ചതച്ച അരിയുടെ കൂടെ ഇതിലേക്ക് ഇട്ട് വേവിക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ മസാല നമ്മൾ ചേർക്കണത്. പിന്നെ ബിരിയാണി മസാല ഇറച്ചി ചേർത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ദേ മുക്കാലും വേവായി കേട്ടോ. ദേ കുറച്ച് വെള്ളം വറ്റാനുണ്ട്, മസാല വെള്ളം വറ്റാനുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അരി ഇട്ടിഞ്ഞ് വേവിക്കണം. അതാണ് രുചി. അതെ, നമ്മൾ 1.5 ഗ്ലാസ് അരിയാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗ്ലാസ് അളവ് കാണിച്ചായിരുന്നു. അപ്പം അത് കുതിർത്തി അരി ദേ ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് മാറ്റിയ വെള്ളം 1.5 ഗ്ലാസ്സിന് 2.25 ഗ്ലാസ് വെള്ളം. ദേ 1.5 ദേ ആ വെള്ളം ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അളന്ന് വെച്ചേക്കണ വെള്ളം, അപ്പം പിന്നെ നോക്കേണ്ട കാര്യമില്ല. നോക്കട്ടെ കേട്ടോ. ഇച്ചിരി ബാക്കി ഇരുന്നോട്ടെ, ഇങ്ങനെ വേവിൻ്റെ 2.25 ഞാൻ എടുത്തേക്കണം. ഇച്ചിരി ബാക്കി ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പൈസസ്. അതായത് അത് ചുമ്മാ ചതച്ചിട്ടേ ഉള്ളൂ. ഏലക്ക, തക്കോലം, പട്ട, ഗ്രാമ്പു, കുരുമുളക്, അത് ഇതിന് ചേരണം കേട്ടോ. പിന്നെ അളവൊന്നുമില്ല. ഇട്ട് ഇതങ്ങ് വേവിച്ച് വറ്റിച്ചെടുക്കുക. മൂടി വെക്കാം. ഇപ്പം ഫുൾ ഫ്ലെയിമിലാണ് കിടക്കണേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയത്തിലേക്ക് മാറ്റണം. കാരണം എന്നാ വെള്ളം ഒന്ന് തികന്ന് വന്നു കഴിയുമ്പോൾ മീഡിയത്തിട്ട് മാറ്റണം. ഉപ്പ് പാകാണോ എന്ന് നോക്കിയില്ല, ഉപ്പ് കുറവുണ്ടാവും. അരിക്ക് ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പം ഇച്ചിരി ഉപ്പ് കൊടുത്തേക്കാം. ഇറച്ചിയുടെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മൂടി വെക്കാൻ നേരത്തെ ഒന്നോടെ ഇളക്കി വെച്ച് നോക്കാം ഉപ്പ. അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. കൂടിപ്പോയി എന്നാ ചെയ്യണേ, പ്രശ്നമാവും, ആകെ പ്രശ്നമാവും. കുറഞ്ഞാൽ ചേർക്കാലോ. പിന്നെ ഒരു പൊടിക്ക് നമ്മൾ ഇറച്ചി വേവിക്കാൻ നേരത്തെ ഇതിൻ്റെ മസാല ചേർത്തായിരുന്നു, ബിരിയാണി മസാല. എന്നാലും ഒരു പൊടിക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം എന്നാന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടല്ലോ റൈസ്, ഞാൻ ഇളക്കി വിട്ടാൽ മതി. ഈ ഇറച്ചി അവിടെ കിടന്ന് വെന്തോളും. ഇറച്ചിയൊക്കെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയതാണ്. അപ്പം ഇവിടെ കുഞ്ഞു പീസാക്കിയിരുന്നതാണ് എല്ലാവർക്കും താല്പര്യം. ഇങ്ങനെയുള്ളതിനൊക്കെ ചെറിയ പീസ് വേണം, എന്നാലോ മസാല അതിലേക്ക് പിടിക്കുവോളെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അത് പറയണേ ആരാന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ഓഫ് ദ ഫാമിലി. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറപ്പോഴും. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഫുള്ളിൽ കിടക്കണം. എന്നിട്ട് ഏറ്റവും കുറച്ച് ഫ്ലെയിം ആക്കണം കേട്ടോ. വെള്ളം തിളങ്ങി വരണം. മൂടി വെക്കുക. ബിരിയാണി ചിക്കനും റൈസും കിടന്ന് കുഴഞ്ഞ് വെന്തുകൊണ്ടിരിക്കുക. അപ്പം അതിലേക്ക് ഒരു പൊടിക്ക് നെയ്യ് ചേർത്തതാണ്. ഇപ്പം ഇത്രേ ചേർക്കണോളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് വെള്ളം വറ്റി വരുമ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇതിലേക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി സ്വല്പം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും സമയം നമ്മൾ ചെയ്തത് ഫുൾ ഫ്ലെയിമിലായിരുന്നു. ഇനി നമുക്ക് ഏറ്റവും ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് മൂടി വെക്കാം കേട്ടോ. ഇപ്പൊ എത്ര നേരമായി സമയം? ഒരു 10 മിനിറ്റ് കഷ്ടിയായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം വിട്ടുപോയി, ടൈം നോക്കാൻ മറന്നുപോയി. ഒരു 10-12 മിനിറ്റ് കൂടുതലായിട്ടില്ല എന്തായാലും. ഇനിയിപ്പം നമുക്ക് വെള്ളം ഒന്ന് നോക്കാം. വേവൊന്ന് നോക്കിക്കേ. വേവ് ഒരുവിധമായിട്ടുണ്ട്, അതിൽ വെള്ളം ഒന്ന് നോക്കണം, അതാ അത്യാവശ്യം. ഒരു പൊടിക്ക് വേവാനുണ്ട്, ഒരുവിധം വേവായി. ഇവിടെ വേവാനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ചിക്കൻ്റെ ഒക്കെ നല്ല രുചി. ഇത് കാണിക്കാം. അതിലുള്ള ആ വെള്ളം കൂടെ വറ്റി കഴിയുമ്പോൾ വേവ് പാകമായിക്കോളും. ഇതിങ്ങനെ മൂടി വെച്ചാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട. നമ്മൾ വെള്ളം വറ്റിയേച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിക്കാനായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇതിലിരുന്ന് ഡ്രൈ ആവും. ഇപ്പം നമ്മളിപ്പോൾ കഴിക്കണില്ല, 12 ആയില്ല, 1 മണിക്കേ കഴിക്കുള്ളൂ. അപ്പം അത് ആ സമയമാകുമ്പോഴത്തേക്കും അതിലെ വെള്ളം വറ്റി റെഡി ആയിക്കോളും. അപ്പം ആ ടൈമിൽ നമുക്ക് ഒരു സ്വല്പം നെയ്യ് മീതെ ചേർത്ത് കൊടുക്കാം. അതങ്ങ് ഉരുകി ഇറങ്ങിക്കോളൂ കേട്ടോ. കുറച്ച് നെയ്യ് കാണിക്കാം. കുറച്ച് നെയ്യ് ചേർത്തായിരുന്നു, ഇത് സ്വല്പം ചേർത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കാൻ നല്ലതേ
കാഷ്യൂ ഇത് വഴറ്റാനുള്ളതിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട്. കാഷ്യൂ മുന്തിരിങ്ങ നമുക്ക് ഇതിൻ്റെ മീതെ വഴറ്റി ചേർക്കാനുണ്ട്. പിന്നെ ഒരു എഗ്ഗ് പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഒരു എഗ്ഗ് ഇട്ടിട്ടുള്ളൂ, കാരണം അത് കട്ട് ചെയ്തിടാമെന്ന് കരുതിയ. ചിക്കൻ ഇതിലുണ്ടല്ലോ പീസ്, എല്ലാം കൂടെ ഇങ്ങനെ കഴിക്കേണ്ട ഇതില്ലല്ലോ നോക്കിയാൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഒരു എഗ്ഗ് പുഴുങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കഴിക്കാൻ നേരത്തെ നമുക്ക് കാണിക്കാൻ പുതിനയിലൊക്കെ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പം അവിടെ ഇത് ഞാൻ ഓഫ് ചെയ്ത് ബർണർ മാറ്റി വെക്കാം. അതിന് മുമ്പ് ഇവിടെ ഒന്ന് വഴറ്റാൻ വെച്ചോട്ടെ. വഴറ്റി മാറ്റി വെക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്യൂല കേട്ടോ, കാരണം ഒന്നൊക്കെ ഇളക്കാനുണ്ടത് നമുക്ക് കഴിക്കാൻ നേരത്തെ. അന്നേരം എടുത്ത് വെക്കാം കേട്ടോ. കിസ്മിസ് ഞാൻ വഴറ്റി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നെയ്യിൽ വഴറ്റിയത് കൊണ്ട് ഞാൻ നെയ്യ് വെച്ചേക്കണ്ട, ആ നെയ്യ് ഇതിലേക്ക് അങ്ങ് ചേർത്തേക്കാം. ഇതിട്ട് തന്നെ നെയ്യല്ലേ, അത് ലാസ്റ്റ് ആട്ടോ വഴറ്റി വെച്ചിരിക്കുന്ന ചേർക്കുള്ളൂ. കഴിക്കാനെടുക്കുമ്പോൾ എടുക്കാം നമുക്ക്. വേവും കൂടെ വേവാനും ഉണ്ടല്ലോ, വെള്ളം വറ്റുമ്പോൾ കറക്റ്റായിട്ട്. സിമ്പിൾ ബിരിയാണി. സവോള ഉള്ളി, ഒരു സവോള ഉള്ളി ഉള്ളൂ കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മീതേക്ക് ചേർത്തു. പിന്നെ ചിക്കൻ ബിരിയാണി എന്നല്ലേ നമ്മളെ ചിക്കൻ അല്ലേ നമ്മൾ ചേർത്തേക്കണേ പീസ്. ചിക്കൻ ബിരിയാണി അല്ലേന്നല്ല, ചിക്കനാണ് നമ്മൾ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കിയേക്കണം. അപ്പം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ ഇട്ടേച്ച് ചിക്കൻ്റെ വേറൊരു ഐറ്റവും കൂടെ ഇതിൽ ഡെക്കറേഷൻ നടത്തണം. കിസ്മിസും കാഷ്യൂ നെയ്യിൽ മൂപ്പിച്ചാട്ടോ. ഇതെല്ലാം നെയ്യിലാട്ടോ, സവോള എല്ലാം നെയ്യിലാണ് ഞാൻ മൂപ്പിച്ചേക്കണം. മൂപ്പിച്ചു. ഇനി നമുക്ക് ചിക്കൻ്റെ മുട്ട പുഴുങ്ങിയത് ഞാൻ ഇങ്ങനെ മുറുക്കി കട്ട് ചെയ്തെടുത്ത പീസുകളാക്കി. ചിലതിലൊക്കെ ഉണ്ണിയില്ല കേട്ടോ, അറ്റത്ത് അതാണ് നടുക്ക് ഉണ്ണിയില്ലാത്തതാണ്. ഒരു മുട്ടയെ പുഴുങ്ങി വെച്ചോളും. പിന്നെ നമ്മുടെ പുതിന അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അതെ. അതിപ്പോൾ ഇവിടെ നിന്നേ അതിൽ നിന്ന് ഞാനിങ്ങനെ പറിച്ചോന്ന് വന്ന തണ്ടോടുകൂടി ചമ്മന്തിക്കും മാങ്ങാ ചമ്മന്തിക്കും പുതിന ഇട്ടിട്ടുണ്ട്. അതെ പോരെ, അപ്പോൾ നമുക്ക് കഴിക്കാനെടുക്കാം. കഴിക്കാനെടുക്കാം. ഇത് ഞാനിങ്ങനെ മാറ്റി വെച്ച് എന്നിട്ട് ലാസ്റ്റ് മീതെ വെക്കാം കേട്ടോ. പൊരി എടുക്കുവാണ്. ഇതിങ്ങനെയാട്ടോ എടുക്കണേ. പ്ലേറ്റിലേക്ക് വെച്ചിട്ട് എടുത്തു. പാകം കുഴച്ചില്, ഒട്ടും വേവ് കൂടുതലും ഇല്ല കുറവുമില്ല. പാകം മീറ്റ് ചെറിയ ചെറിയ പീസാക്കിയത് ഞാൻ പറഞ്ഞല്ലോ, ആക്കിയപ്പോൾ തന്നെ നമ്മളെയും ഇതിനു വേണ്ടിയാണ് മസാല അതിലേക്ക് കയറാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ യമ്മി ബിരിയാണി. ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബിരിയാണി. അടിപൊളി, യമ്മിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ ഡെലീഷ്യസ്. സൈഡ് ഡിഷ് കാണിക്കണ്ടേ? അതെ, മാങ്ങ, തേങ്ങ, പുതിനയില ചേർത്തിട്ടുള്ള ചമ്മന്തി. ചെനച്ച മാങ്ങ കേട്ടോ. പുതിനയില ഇട്ടിട്ടുണ്ട്. അതേലെ പുതിനയില ഇട്ടാൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റാണ്. അത് പിന്നെ മാങ്ങയൊക്കെ ചെനച്ച ഇതായതുകൊണ്ട് ചെനച്ച മാങ്ങ പുളിപ്പ് തീരെ കുറവാട്ടോ. പിന്നെ നമ്മുടെ പതിവ് തൈര് സാലഡ്, തൈര്, ക്യാരറ്റ്, പച്ചമുളക്, സവോള ഉള്ളി. അതെ, അതിനും പുതിനയില തട്ടിയിട്ടുണ്ട്. കൊടുത്തിട്ട് വരാം. നമുക്കെടുക്കാം.